നമസ്കാരം. ക്രൈം 2015 ആരംഭിക്കുന്നു. പതിവിനുമപ്പുറം വ്യത്യസ്തമായ സംഭവങ്ങൾ കൊണ്ട് ബഹുലമായിരുന്നു 2015 കുറ്റകൃത്യങ്ങളുടെ ലോകം. പിടികിട്ടാപ്പുള്ളികളെ മുതൽ പൊതുസമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് വിഹരിച്ച ചെന്നായ്ക്കളെ വരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച വർഷമാണ് കടന്നുപോകുന്നത്. മൂന്ന് വർഷമായി മുങ്ങി നടന്ന പിടികിട്ടാപ്പുള്ളി ആഡ് ആന്റണിയാണ് 2015 പ്രധാന താരം. വേഷം മാറാൻ അതിവിദഗ്ധനായ ആഡ് ആന്റണിയെ അതിവിദഗ്ധമായാണ് കേരള പോലീസ് വലയിലാക്കിയത്. പിന്നീട് ആടിനെ പറ്റി കേട്ട കഥകൾ സിനിമയെ വെല്ലുന്നതാണ്. എന്നാൽ ആഡ് ആന്റണിയെയും തോൽപ്പിക്കുന്ന വേദവ്യാസ രമേശന്റെ മോഷണ കഥകളും തെല്ലതിശയത്തോടെ കേരളം കേട്ടു. മോഷണവും കൊലപാതകവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി ആഡ് ആന്റണി പിടിയിലായതാണ് കുറ്റകൃത്യങ്ങളെ വെല്ലുന്ന 2015 ക്രൈം വാർത്ത. കേരള പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പിടികിട്ടാപ്പുള്ളിയായി വിലസിയ ആഡ് ആന്റണി എന്ന ആന്റണി വർഗീസ് 200-ലധികം കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ്. ആട് മോഷണത്തിൽ നിന്നായിരുന്നു ഇയാളുടെ മോഷണ പരമ്പരകളുടെ തുടക്കം. 2012 ജൂൺ 26 പാരിപ്പള്ളിയിൽ പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്തി കടന്നുകളഞ്ഞ ആഡ് ആന്റണി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ആഡ് ആന്റണി എന്ന് സംശയിക്കുന്ന 35ഓളം പേരെ കുറിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കോ ഗൾഫിലേക്കോ പ്രതി രക്ഷപ്പെട്ടിരിക്കാമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പിന്നീടാണ് പോലീസ് ആഡ് ആന്റണിയെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ പാലക്കാട്ടെ ഗോപാലപുരത്തു നിന്ന് പോലീസ് ആസൂത്രിതമായി ആഡ് ആന്റണിയെ വലയിലാക്കുകയായിരുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കാൻ ബിരുദനായിരുന്ന ആഡ് ആന്റണിക്ക് സ്ത്രീകൾ എന്നും ഹരമായിരുന്നു. ആഡ് ആന്റണി നടത്തിയ കവർച്ചകളെല്ലാം സ്ത്രീകളെ വശീകരിക്കാനും സമ്മാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ആഡ് ആന്റണിക്ക് 20-ലധികം ഭാര്യമാരുണ്ടെന്നും പോലീസ് പറയുന്നു. ഇവരെ ഉപയോഗിച്ച് ആഡ് നീലചിത്രം നിർമ്മിച്ചതായും പോലീസ് അന്വേഷണങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. ചെന്നൈയിൽ സിനിമാമോഹവുമായി എത്തിയ സുന്ദരിമാർ മുതൽ സാധാരണ പെൺകുട്ടികൾ വരെയുള്ളവരെ ആഡ് ആന്റണി വിവാഹം കഴിച്ച് ഭാര്യമാരാക്കിയിരുന്നു. പിടികിട്ടാപ്പുള്ളിയായ ആടിനെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ഇനാമായി 1 ലക്ഷം രൂപ സമ്മാനവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് പാലക്കാട്ടെ ഭാര്യ വീട്ടിലെത്തിയ ആഡ് ആന്റണി കേരള പോലീസിന്റെ വലയിലായത്. ആഡ് ആന്റണി കേരള പോലീസിന്റെ പിടിയിലായതിന് തൊട്ടുപിന്നാലെ രസകരമായൊരു മോഷ്ടാവ് കൂടി പോലീസിന്റെ പിടിയിലായി. ആഡ് ആന്റണിയെ വെല്ലുന്ന തരത്തിൽ മോഷണം നടത്തിവന്ന നാടക ട്രൂപ്പ് ഉടമ വേദവ്യാസ രമേശനാണ് പോലീസിന്റെ പിടിയിലായത്. നാടകം അരങ്ങിലെത്തുമ്പോൾ ട്രൂപ്പിന്റെ വാഹനവുമായി കറങ്ങി നടന്ന് 10 കോടിയിലേറെ രൂപ സമ്പാദിച്ച കള്ളനാണ് വേദവ്യാസ രമേശൻ. മോഷ്ടിച്ച പണം ചിട്ടിയിലും റിയൽ എസ്റ്റേറ്റിലും മറ്റും നിക്ഷേപിച്ച് ഇരട്ടിപ്പിക്കുന്നതായിരുന്നു ഇയാളുടെ തന്ത്രം. മോഷണ ശ്രമത്തിനിടെ പിടിയിലായ രമേശനൊപ്പം സഹായിയും കുടുങ്ങിയിരുന്നു. ഇരുവരും പിടിയിലായതോടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി 100-ലധികം മോഷണ കേസുകൾക്കാണ് തുമ്പുണ്ടായത്. കോന്നി സ്വദേശിനികളായ 3 പെൺകുട്ടികളുടെ തിരോധാനവും മരണവും 2015 ഉത്തരം കിട്ടാത്ത ദുരൂഹതയാണ്. ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് കേസ് അവസാനിപ്പിച്ചെങ്കിലും CBI അന്വേഷണത്തിന് ആവശ്യമുയർത്തിയിരിക്കുകയാണ് ബന്ധുക്കൾ. പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്ന് കാണാതായ 3 വിദ്യാർത്ഥിനികളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് 2015 കേരളം കണ്ട വലിയ ദുരൂഹതകളിലൊന്ന്. കോന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ഐരവൺ തിരുമല വീട്ടിൽ രാമചന്ദ്രൻ നായരുടെ മകൾ ആതിര ആർ നായർ, കോന്നി തെങ്ങുംകാവ് പുത്തൻപറമ്പ് വീട്ടിൽ സുജാതയുടെ മകൾ രാജി, ഐരവൺ തോപ്പിൽ ലക്ഷംവീട് കോളനിയിൽ കെ സുരേഷിന്റെ മകൾ ആര്യ എന്നിവരാണ് മരിച്ചത്. വീട് വിട്ടിറങ്ങിയ മൂവരും ഒരേ സമയം ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നുവെന്നാണ് സംശയം. പാലക്കാട് പത്തിരിപ്പാല, പേരൂർ, പൂക്കാട്ടുകുന്നിന് സമീപം വെച്ച് ട്രെയിനിൽ നിന്ന് ചാടിയ നിലയിലാണ് നാട്ടുകാർ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിലായിരുന്നു ഇവർ സഞ്ചരിച്ചത്. ജൂലൈ 9 മുതൽ ഇവരെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. അപകടത്തിൽപ്പെട്ട ആതിരയുടെ ഉള്ളംകൈയിൽ പേന കൊണ്ടെഴുതിയ വിലാസത്തിൽ നിന്നാണ്
പെൺകുട്ടികൾ കോന്നി സ്വദേശികളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇവർ വീട് വിട്ടു പോകുന്നതിനോ അപകടത്തിലേക്ക് എത്തിയതിനോ ഉണ്ടായ സാഹചര്യങ്ങൾ മാസങ്ങൾ പിന്നിട്ടിട്ടും വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ പെൺകുട്ടികൾ ഉപയോഗിച്ചിരുന്ന ടാബ്ലറ്റ് ബംഗളൂരുവിൽ നിന്ന് കണ്ടെടുത്തു. ഇവർ ബംഗളൂരുവിലെ ലാൽബാഗ് സന്ദർശിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. എന്നാൽ ദുരൂഹതകളുടെ ചുരുളഴിയും മുമ്പേ ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് കേസ് എഴുതി തള്ളി. ഇതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സമൂഹത്തിന് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് കോന്നി പെൺകുട്ടികളുടെ മരണം. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ ഉണ്ടായേ തീരൂ. നിശാ പാർട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗവും പോലീസ് പരിശോധനകളുമായാണ് 2015 ജനുവരി ആരംഭിച്ചത്. കൊച്ചി കേന്ദ്രമാക്കിയ അന്വേഷണത്തിൽ പിടിയിലായത് സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോയും സംഘവും. നടൻ പിടിയിലായതോടെ കൊക്കെയിൻ വാർത്തകളുമായി സജീവമായിരുന്നു 2015 ആദ്യ നാളുകൾ. 2015 ജനുവരിയിലാണ് മയക്കുമരുന്നായ കൊക്കെയിനുമായി സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോയും സഹസംവിധായികയും അടക്കം 5 പേർ പിടിയിലായത്. കടവന്തറയിലെ ഫ്ളാറ്റിൽ നിന്ന് സിനിമാ നടനെയും 4 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോഴിക്കോട് സ്വദേശിനി രേഷ്മ രംഗസ്വാമി, ബാംഗ്ലൂർ വളയം സ്വദേശിനി ബ്ലസി സിൽവസ്റ്റർ, കാഞ്ഞിരപ്പള്ളി സ്വദേശിനി സ്നേഹ ബാബു, കരുനാഗപ്പള്ളി സ്വദേശിനി ടിൻസി ബാബു തുടങ്ങിയവരാണ് ഷൈനൊപ്പം പിടിയിലായ മറ്റുള്ളവർ. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ST സുരേഷ് കുമാർ, എറണാകുളം സെൻട്രൽ CI ഫ്രാൻസിസ് ഷെൽബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്കൈലൈൻ ടോപ്പാസ് എന്ന ആഡംബര ഫ്ളാറ്റിൽ നിന്ന് ഇവരെ പിടികൂടുകയായിരുന്നു. പിടിയിലാകുമ്പോൾ ഇവരുടെ പക്കൽ പൗഡർ രൂപത്തിലുള്ള കൊക്കെയിനും കണ്ടെത്തി. സിനിമ, ഫാഷൻ, മോഡലിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവതികൾ നിശാപാർട്ടികളിലെ നിത്യസന്ദർശകരാണെന്നും പോലീസ് കണ്ടെത്തി. മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സഹായവും പരിശോധനയ്ക്കിടെ തേടിയിരുന്നു. കേരളത്തിലേക്ക് കൊക്കെയിൻ എത്തുന്നത് ഗോവയിൽ നിന്നാണെന്നാണ് പിടിയിലായവർ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ തന്റെ കയ്യിൽ കൊക്കെയിൻ ഉണ്ടായിരുന്നില്ലെന്നാണ് നടൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. പ്രതികളുടെ ലക്ഷ്യം മയക്കുമരുന്ന് വിൽപ്പനയാണെന്ന് കുറ്റപത്രത്തിലും പറയുന്നു. ഏറെ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും ശേഷം സംസ്ഥാന വ്യാപകമായി പോലീസ് നിശാപാർട്ടികൾക്കെതിരെ രംഗത്തെത്തി. 60 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ഷൈൻ ടോം ചാക്കോ ജയിൽ മോചിതനായത്. സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വിവാദ വ്യവസായി നിസാം ക്രൂരമായി കൊലപ്പെടുത്തിയതാണ് 2015 കേരളം കണ്ട വലിയ ക്രൂരത. മാധ്യമ ശ്രദ്ധ കൊണ്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വന്ന കേസുകൂടിയാണിത്. സിസ്റ്റർ അമല കൊലപാതകവും കൊലപാതക പട്ടികയിൽ ശ്രദ്ധേയമായി. ഹനീഫ കൊലപാതക കേസ് രാഷ്ട്രീയ കൊലപാതക പട്ടികയിലും ഇടം പിടിച്ചു. 2015 ജനുവരി 29 പുലർച്ചെ 3 മണിക്കാണ് ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടശങ്കടവ് കാരമുക്ക് വിളക്കുംകാൽ കാട്ടുങ്ങൽ വീട്ടിൽ ചന്ദ്രബോസ് കൊല്ലപ്പെടുന്നത്. ഗേറ്റ് തുറക്കാൻ വൈകിയതിലും ഗേറ്റിനടുത്ത് വാഹനം തടഞ്ഞ് ID കാർഡ് ചോദിച്ചതിലും പ്രകോപിതനായി വിവാദ വ്യവസായി നിസാം ചന്ദ്രബോസിനെ ആക്രമിക്കുകയായിരുന്നു. ഭയന്നോടിയ ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് നിസാം ഇടിച്ചു വീഴ്ത്തി. വീണുകിടന്നയാളെ എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചതിനു പുറമെ ചന്ദ്രബോസിനെ മാരകമായി ആക്രമിക്കുകയും ജീപ്പിലിട്ട് ചവിട്ടുകയും ചെയ്തു. ആക്രമണത്തിൽ ചന്ദ്രബോസിന്റെ നട്ടെല്ലും വാരിയലുകളും തകർന്നു. ശ്വാസകോശത്തിൽ സാരമായ പരിക്കേറ്റതിനാൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും ഫെബ്രുവരി 16 തൃശൂർ അമല ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. പിന്നീട് പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് നിസാം ഇപ്പോൾ ജയിലിലാണ്. 6 വർഷത്തിനിടെ 16 കേസുകളിലാണ് നിസാം പ്രതിയായത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 16 കേസുകളുടെ പശ്ചാത്തലത്തിൽ നിസാമിനെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 16 അർദ്ധരാത്രിയോടെയാണ് പ്രമാദമായ സിസ്റ്റർ അഭയ കൊലക്കേസിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പാലാ ലിസ്യു മഠത്തിൽ സിസ്റ്റർ അമല കൊല്ലപ്പെട്ടത്. മൂർച്ചയേറിയ ആയുധം കൊണ്ട് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. എന്നാൽ ദിവസങ്ങൾ കഴിയും മുമ്പേ കൊലപാതക കേസിലെ പ്രതി സതീഷ് ബാബു എന്നയാൾ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ ആശ്രമത്തിൽ നിന്ന് പോലീസിന്റെ പിടിയിലായി. 16 അർദ്ധരാത്രിയോടെ മഠത്തിലെ മുറിയിൽ ഉറങ്ങിക്കിടന്ന സിസ്റ്റർ അമലയെ ഇരുമ്പ് കമ്പിക്ക് അടിച്ചു വീഴ്ത്തിയ ശേഷം ആയുധം സമീപത്തെ കുറ്റിക്കാട്ടിൽ എറിഞ്ഞുകളഞ്ഞതായി പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ഹരിദ്വാറിലെത്തിയ പ്രതി ആൾമാറാട്ടം നടത്തി ആശ്രമത്തിൽ കഴിഞ്ഞുവരികയായിരുന്നു. ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത്. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈരാറ്റുപേട്ട ചേറ്റുതോട് തിരുഹൃദയ മഠത്തിലെ സിസ്റ്റർ ജോസ്മരിയയെ കൊലപ്പെടുത്തിയതും താനാണെന്ന് പ്രതി സതീഷ് ബാബു സമ്മതിച്ചതാണ് ഈ കേസിലെ പ്രത്യേകത. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന നിഗമനത്തിൽ കൂടുതൽ അന്വേഷണമോ പോസ്റ്റ്മോർട്ടമോ നടത്താതെ പോയ ഒരു മരണത്തിനു കൂടിയാണ് അതോടെ തെളിവുണ്ടായത്.
രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതാണ് 2015 കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകം. ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാവായിരുന്ന ഹനീഫയെ ഒരു സംഘം ആളുകൾ വീട്ടുമുറ്റത്ത് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീടുണ്ടായ ദിനങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകങ്ങളിൽ ഒന്നായി മാറി ഹനീഫ കൊലപാതകം. പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതോടെ കൊലപാതകത്തിലെ ദുരൂഹതകളുടെ ചുരുളഴിയുകയായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരടക്കം 8 പേരാണ് കേസിലെ പ്രതികളായത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും വരെ ആരോപണമുയർന്ന കേസായി മാറി ഹനീഫ കൊലപാതകം. ജന്മദിനത്തിലാണ് മുംബൈ സ്ഫോടന കേസ് പ്രതി യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയത്. അർദ്ധരാത്രിയിലെ കോടതി നടപടികളും വാദം കേൾക്കലുമായി ചരിത്രത്തിലും ഇടം നേടിയ നടപടികൾക്ക് 2015 സാക്ഷിയായി. മുംബൈ സ്ഫോടന കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയതാണ് ദേശീയതലത്തിലുണ്ടായ ക്രൈം റിപ്പോർട്ടുകളിലൊന്ന്. 54ാമത്തെ ജന്മദിനത്തിൽ യാക്കൂബ് മേമനെ മരണം വരെ തൂക്കുകയായിരുന്നു. 1992നും 93നും ഇടയിൽ സഹോദരൻ ടൈഗർ മേമനും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമും അനീസ് ഇബ്രാഹിമും തങ്ങളുടെ വിശ്വസ്തർക്കൊപ്പം യാക്കൂബിനെയും കൂട്ടി സ്ഫോടനം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നാണ് കേസ്. മുഖ്യ ആസൂത്രണം, കുറ്റകൃത്യത്തിനുള്ള സാമ്പത്തിക സഹായം തുടങ്ങിയ കുറ്റങ്ങളാണ് യാക്കൂബ് മേമന്റെ മേലെ ചുമത്തിയത്. 2007 തന്നെ ടാഡ കോടതി യാക്കൂബ് മേമന് വധശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിനെന്ന് കോടതി നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് യാക്കൂബ് മേമൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അർദ്ധരാത്രിയിൽ തന്നെ കോടതി വാദം കേട്ടത് കേസിന്റെ പ്രത്യേകതകളിൽ ഒന്നായി മാറി. പലവട്ടം നൽകിയ ഹർജികൾക്ക് ശേഷം സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചതോടെ ഇന്ത്യ കണ്ട വലിയ തീവ്രവാദ കേസുകളിലൊരാളായ യാക്കൂബ് മേമനെ തൂക്കിലേറ്റി. 1993 ഏപ്രിൽ 12-നുണ്ടായ സ്ഫോടനത്തിൽ 250-ലധികം പേരാണ് മരിച്ചത്. 713 പേർക്ക് പരിക്കേറ്റു. 27 കോടി രൂപയുടെ വസ്തുവകകൾ നശിച്ചു. യാക്കൂബ് മേമനൊപ്പം ബോളിവുഡ് താരം സഞ്ജയ് ദത്തും കേസിൽ പ്രതിയായിരുന്നു. ബീഫ് കൊലപാതകം, പൻസാരെ കൊലപാതകം, കൽബുർഗി കൊലപാതകം എന്നിവ ദേശീയ തലത്തിൽ പ്രതിഷേധം ആളിക്കത്തിച്ച മരണങ്ങളായി. നരേന്ദ്ര ഥാബോൽക്കറിന് പിന്നാലെ രാജ്യത്തുയർന്നു വന്ന അസഹിഷ്ണുതയുടെ ഇരകളായി മാറി കൊല്ലപ്പെട്ട മൂവരും. ബീഫ് കൊലപാതകം എന്ന പേരിൽ ദാദ്രിയിലുണ്ടായ സംഭവമാണ് രാജ്യത്തെ ഏറ്റവും ചർച്ചയായ കൊലപാതകങ്ങളിലൊന്ന്. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് സെപ്റ്റംബർ 28-ന് മുഹമ്മദ് അഖിലാഖ് എന്ന 52-കാരനാണ് ഒരു സംഘം അക്രമികൾ അതിക്രമിച്ച് വീട്ടിനുള്ളിൽ കയറി തല്ലിച്ചതച്ചു കൊന്നത്. വീട്ടിൽ നിന്നും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വീടിന് സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ആഹ്വാനം ചെയ്തതിനെ തുടർന്നായിരുന്നു അക്രമികൾ അഖിലാഖിന് നേരെ തിരിഞ്ഞത്. സംഭവത്തിൽ ഇയാളുടെ മകൻ ഡാനിഷിനും സാരമായി പരിക്കേറ്റിരുന്നു. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഡിസംബർ അവസാന വാരത്തോടെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ 15 പേർ പ്രതിപ്പട്ടികയിൽ ഇടം നേടിയെങ്കിലും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ദാദ്രി സംഭവത്തിന് സമാനമായ ചില കൊലപാതകങ്ങൾ കൂടി 2015-ൽ രാജ്യം കണ്ടു. ഇടതു രാഷ്ട്രീയ ചിന്തകനും സാഹിത്യകാരനുമായ ഗോവിന്ദ് പൻസാരെ ഫെബ്രുവരി 16-ന് മഹാരാഷ്ട്രയിൽ അക്രമി സംഘത്തിന്റെ തോക്കിനിരയായതാണ് അതിലൊന്ന്. പിന്നീട് ഓഗസ്റ്റ് 30-ന് കർണാടകയിലെ ധർവാഡയിൽ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും അധ്യാപകനുമായ കൽബുർഗിയും കൊല്ലപ്പെട്ടു. ഇരുവരും ഹൈന്ദവ ഭീകരക്കെതിരെയും വലതുപക്ഷ തീവ്രവാദത്തിനെതിരെയും ശക്തമായി പൊരുതിയവരായിരുന്നു. 2 വർഷം മുമ്പ് അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയ നരേന്ദ്ര ഥാബോൽക്കർ കൊല്ലപ്പെട്ടതിന്റെ തുടർച്ചയായാണ് ഇരുവരുടെയും കൊലപാതകം. 3 മരണങ്ങളുടെയും സമാനതകളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഉയർന്നു വന്ന അസഹിഷ്ണുതകളുടെ ഇരകളാണ് ഇവരെന്നുറപ്പിക്കാം. എന്നാൽ മരണങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ എതിരാവുകയാണ്. ചുംബന സമര വക്താക്കളായ രാഹുൽ പശുപാലനും രശ്മി നായരും ഓൺലൈൻ പെൺവാണിഭ കേസിൽ പിടിയിലായ വാർത്ത ചുംബന സമരം പോലെ തന്നെ കേരളത്തിൽ അലയടിച്ചു. മുഖംമൂടികൾ പൊളിഞ്ഞു വീണതോടെ പെൺവാണിഭ ഓൺലൈൻ സൈറ്റുകൾക്കും വിലക്ക് വീണു. ചുംബന സമരത്തിന് മുൻനിരയിൽ നിന്ന രാഹുൽ പശുപാലനും ഭാര്യയും മോഡലുമായ രശ്മി നായരും പോലീസ് പിടിയിലായതാണ് 2015-ലുണ്ടായ പ്രമാദമായ പെൺവാണിഭ കേസ്. ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കിസ് ഓഫ് ലവ്, സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലൂസ്, കൊച്ചുസുന്ദരികൾ തുടങ്ങിയ ഒരുപാട് ഫേസ്ബുക്ക് പേജുകളും ഇതിനൊപ്പം വാർത്തകളിൽ നിറഞ്ഞു. പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ രാഹുൽ പശുപാലനും ഭാര്യ രശ്മി നായരും ഒട്ടേറെ പേരെ ബ്ലാക്ക് മെയിലിംഗിന് ഇരയാക്കിയതായും പോലീസ് കണ്ടെത്തി. സംഘത്തിന്റെ പിടിയിലാകപ്പെടുന്ന പെൺകുട്ടികളെയും ബ്ലാക്ക് മെയിലിംഗ് നടത്തിയാണ് പെൺവാണിഭത്തിനായി ഉപയോഗിച്ചതെന്നും പോലീസ് പറയുന്നു. 3 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച് കൊച്ചിയിലെത്തിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഒട്ടേറെ തവണ പീഡനത്തിനിരയായതായി വൈദ്യപരിശോധനയിൽ കണ്ടെത്തി. ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലക്കിയാണ് തന്നെ ആദ്യം പീഡിപ്പിച്ചതെന്ന് ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാഹുൽ പശുപാലൻ ഭാര്യ രശ്മിയെയും 50,000 മുതൽ 80,000 വരെ തുകയ്ക്ക് കാഴ്ചവെച്ചിരുന്നതായും പുറത്തുവന്ന റിപ്പോർട്ടുകൾ കേരളം ഏറെ ചർച്ച ചെയ്തു.
ആസൂത്രിതമായാണ് സംഘത്തെ പോലീസ് വലയിലാക്കിയത്. വനിതകളെ വിദേശത്തേക്കുൾപ്പെടെ കടത്തിയ മുഖ്യപ്രതി അബ്ദുൽ ഖാദർ, ഇടനിലക്കാരൻ ജോഷിയുടെ മകൻ എന്നിവർക്ക് പുറമെ തിരുവനന്തപുരം സ്വദേശികളായ 2 മോഡലുകളും ഓൺലൈൻ പെൺവാണിഭ കേസിൽ പോലീസിന്റെ പിടിയിലായിരുന്നു. ബാർകോഴ, സോളാർ എന്നിവയ്ക്ക് പിന്നാലെ രണ്ടാം സോളാർ എന്ന് വിളിക്കപ്പെട്ട നിയമന തട്ടിപ്പ് കേസ് രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വഴിയൊരുക്കി. ശരണ്യ എന്ന തട്ടിപ്പുകാരുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ വരെ ആരോപണങ്ങൾ നീളുന്നു. പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് 100ഓളം പേരിൽ നിന്നും കോടികളുടെ തട്ടിപ്പ് നടത്തിയ തൃക്കുന്നപ്പുഴ പാനൂർ സ്വദേശിനി ശരണ്യാണ് 2015 കണ്ട പ്രധാന വനിതാ കുറ്റവാളി. പരാതിയെ തുടർന്ന് തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസ് എത്തുന്നതറിഞ്ഞ് ബംഗളൂരുവിലേക്ക് കടന്ന ശരണ്യയെ പോലീസ് പിന്നാലെ എത്തി പിടികൂടുകയായിരുന്നു. താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നായിരുന്നു ശരണ്യയുടെ ആദ്യ നിലപാടെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറം ലോകമറിഞ്ഞു. ഹരിപ്പാട് കോടതിയിൽ ശരണ്യ നൽകിയ രഹസ്യമൊഴിയിൽ പോലീസ് ആസ്ഥാനത്തു നിന്നും PSC ഓഫീസിൽ നിന്നും തനിക്ക് സഹായം ലഭിച്ചുവെന്നും ആലപ്പുഴ ജില്ലയിൽ താനുമായി അടുപ്പത്തിലായ SI തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും ശരണ്യ ആരോപണമുന്നയിച്ചു. ജോലി തട്ടിപ്പ് കേസിൽ പിടിയിലായതിനു ശേഷം ദിവസങ്ങളോളം മൗനം പാലിച്ച ശരണ്യയുടെ രഹസ്യമൊഴി ഏറെ വിവാദങ്ങൾക്കും തിരികൊളുത്തി. ആഭ്യന്തരമന്ത്രിയുടെ ഹരിപ്പാട് ക്യാമ്പ് ഓഫീസിലെ ഒരു ജീവനക്കാരൻ ജോലി തട്ടിപ്പിന് സഹായം ചെയ്തുവെന്നും ശരണ്യ ആരോപിച്ചു. ഇതോടെ ജോലി തട്ടിപ്പ്, രണ്ടാം സോളാർ കേസ് എന്നിവരെ വിളിക്കപ്പെട്ടു. ആഭ്യന്തരമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 40 ലക്ഷം രൂപയുടെ ക്രയവിക്രയങ്ങൾ നടന്നതിന്റെ തെളിവുകളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ശരണ്യക്കെതിരെ 32-ലധികം കേസുകൾ നിലവിലുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓരോ കേസിലും അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയതോടെ ശരണ്യയെയും സംഘത്തെയും സഹായിച്ചത് ആര് എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. പ്രതിഷേധങ്ങൾക്കിടെ നിർഭയ പീഡനക്കേസിലെ കുട്ടിക്കുറ്റവാളി ജയിൽ മോചിതനായത് ഡിസംബർ അവസാന ദിവസങ്ങളിലാണ്. ഇതിനിടെ ബാലനീതി നിയമം കർശനമാക്കിയത് അത്തരം കാര്യങ്ങളിൽ ശുഭപ്രതീക്ഷയാകുന്നു. 2012 ഡിസംബർ 16 ദില്ലിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിലെ കുട്ടിക്കുറ്റവാളിയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങളോടെയാണ് 2015 കടന്നുപോകുന്നത്. കൊല്ലപ്പെട്ട ജ്യോതി സിംഗിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയിട്ടും ശിക്ഷാ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കുട്ടിക്കുറ്റവാളിക്ക് മോചനം സാധ്യമാവുകയായിരുന്നു. വലിയ കുറ്റം ചെയ്തിട്ടും കുറഞ്ഞ കാലയളവിനുള്ളിൽ ജയിലിന് പുറത്തെത്തുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നത്. സുരക്ഷാ കാരണങ്ങളാൽ അതീവ രഹസ്യമായിരുന്നു മോചന നടപടികൾ. അവസാന നിമിഷം ദില്ലി വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കോടതിയെ സമീപിച്ചെങ്കിലും പ്രതി മോചിതനായി. എന്നാൽ പ്രതിയുടെ മോചനത്തെ തുടർന്ന് ബാലനീതി നിയമം ഭേദഗതി ചെയ്യാൻ സമ്മർദ്ദമേറി. വിവാദങ്ങൾക്കിടയിൽ ബാലനീതി നിയമത്തിന് രാജ്യസഭ അംഗീകാരം നൽകി. സഭ പാസാക്കിയ നിയമമനുസരിച്ച് 16 വയസ്സും അതിനു മുകളിലുമുള്ള കുട്ടികളെ ഇനി കൊടും കുറ്റത്തിന് മുതിർന്നവരെ പോലെ വിചാരണ ചെയ്യാം. വിചാരണ പ്രായം 18 വയസ്സിൽ നിന്നും കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാലനീതി ബിൽ രാജ്യസഭ ശബ്ദവോട്ടോടെയാണ് പാസാക്കിയത്. 16 വയസ്സും അതിനു മുകളിലുമുള്ളവർ നടത്തുന്ന ഹീന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. വർഷം തോറും കുറ്റകൃത്യങ്ങൾ പെരുകുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്കിലും സഹജീവികളോട് മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കട്ടെ, ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല പുതുവർഷം ആശംസിക്കുന്നു. നമസ്കാരം.